ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളാകെ നല്ല നിലയിലാണ് കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത്. പ്രാദേശിക സർക്കാരുകളെന്ന നിലക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ എല്ലായിടങ്ങളിലും തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതിന് ഇടയാക്കിയത് നമ്മുടെ സംസ്ഥാനത്ത് പ്രാദേശിക സർക്കാരുകൾക്ക് നല്ല നിലയിലുള്ള പിന്തുണ സർക്കാർ നൽകുന്നു എന്നതാണ്. അതിന് ഫണ്ടും അധികാരവും ആവശ്യമുണ്ട്. അത് കൃത്യമായി നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നു എന്നത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ്. കേരളത്തിൻ്റെ നേട്ടങ്ങളിൽ വലിയ പങ്കാണ് ഇവിടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുള്ളത്. അതിലൂടെ ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ സംസ്ഥാനത്തിൻ്റെ തന്നെ വലിയ നേട്ടം എന്ന് പറയാവുന്ന ഒന്നാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നതിന് വലിയ തോതിലുള്ള ഇടപെടലാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇവിടെയും നല്ല രീതിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മുടെ അനുഭവം. കോഴിക്കോട് കോർപ്പറേഷനെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് കോഴിക്കോടിൻ്റേത്. സമാനതകളില്ലാത്ത വികസന ഗാഥകൾ ഇവിടെ വലിയ തോതിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അക്ഷരങ്ങളെ സ്നേഹിച്ച നഗരത്തെ ലോകം ആദരിച്ചപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരമെന്ന ഖ്യാതി കോഴിക്കോടിന് സ്വന്തമാക്കാനായി. ആഗോള പുരസ്കാരങ്ങൾക്കപ്പുറം പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനം. ലോകാരോഗ്യ സംഘടന കോഴിക്കോടിനെ വയോജന സൗഹൃദ നഗരമായി അംഗീകരിക്കുകയുണ്ടായി. നമ്മുടെ വയോജനങ്ങൾക്ക് നൽകിയ കരുതലുകൾക്കുള്ള സാക്ഷ്യപത്രമായിട്ടാണത് മാറിയത്. മാലിന്യമില്ലാത്ത തെരുവുകളും അഴുക് പദ്ധതിയിലൂടെ വീണ്ടെടുത്ത നഗരഭംഗിയും ഞെളിയമ്പറമ്പിൽ ഉയരുന്ന ആധുനിക ബയോഗ്യാസ് പ്ലാന്റും ഇതെല്ലാം നാളത്തെ തലമുറക്കുള്ള കരുതൽ ധനമാണ്. വിശക്കുന്നവന് അന്നമേകാനും കിടപ്പാടമില്ലാത്തവന് ലൈഫ് പദ്ധതിയിലൂടെ സുരക്ഷിതമായ മേൽക്കൂരി ഒരുക്കാനും അതിദാരിദ്ര്യം കണ്ടെത്തി അവർക്ക് മണ്ണും വീടും നൽകാനും എല്ലാം കോർപ്പറേഷന് കഴിഞ്ഞിട്ടുണ്ട്. ലൈഫ് പദ്ധതി വഴി ഇവിടെ കോർപ്പറേഷൻ പരിധിയിൽ 4000 വീടുകളാണ് പൂർത്തിയാക്കപ്പെട്ടത്. അതിദരിദ്രർക്ക് വീടും സ്ഥലവും നൽകുന്നതിനായി നെല്ലിക്കോട് വില്ലേജിൽ 84 സെൻറ്റ് സ്ഥലം ഏറ്റെടുത്തതും എല്ലാവർക്കും അറിയാവുന്നതാണ്. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാൻ 6 പകൽ വീടുകൾ സജ്ജമാക്കുകയുണ്ടായി. ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കും സഹായമെത്തിക്കാൻ സമന്വയ പദ്ധതി നടപ്പിലാക്കി. ഇതെല്ലാം സാധാരണക്കാരോടുള്ള പാവപ്പെട്ടവരോടുള്ള കോർപ്പറേഷൻ്റെ കരുതൽ വ്യക്തമാക്കുന്നവയായിരുന്നു. നഗരത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. കല്ലായിപ്പുഴയിലെ ചളി നീക്കി ആഴം കൂട്ടുന്ന പ്രവൃത്തി ആരംഭിച്ചതോടെ നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാനാകും.
മാവൂർ റോഡ് ശ്മശാനം സ്മൃതിപഥം എന്ന പേരിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുകയും കല്ലുത്താൻ കടവിൽ 100 കോടിയോളം രൂപ ചെലവഴിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റ് സമുച്ചയം നിർമ്മിക്കുകയും ചെയ്തു. നഗരജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും പുരോഗതിയും ക്ഷേമവും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റേതുമായ ഒരു നല്ല അധ്യായമാണ് കോർപ്പറേഷൻ എഴുതി ചേർത്തത്. അത് നല്ല രീതിയിൽ ഇനിയും തുടരേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ജനങ്ങളുടെ വർദ്ധിതമായ പിന്തുണ നല്ലതുപോലെ LDFന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.